ഹലോ ഹായ്. ഒരു യാത്രയിലാണ്. അപ്പോഴാണ് ഒരുപാട് പേഴ്സണൽ മെസ്സേജുകൾ ഇങ്ങനെ വന്നിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് നിങ്ങളൊന്നും പ്രതികരിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിനൊക്കെ എന്ത് പ്രതികരിക്കാനാണ്? ഇതൊക്കെ സത്യത്തിൽ നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാലം ആഗ്രഹിച്ച ഒരു സംഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ക്യൂരിയോസിറ്റി, അതല്ലെങ്കിൽ അതിനോടുള്ളൊരു ഇഷ്ടം, ഇതൊക്കെ തന്നെയുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ബന്ധങ്ങളിലും അതിൽ യഥാർത്ഥമായിട്ടുള്ള സ്നേഹവും ബഹുമാനവും വിശ്വസ്തതയും ഇല്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോഴേക്ക് ഒരു പാഴ്വസ്തുവായി മാറും എന്നുള്ളത് തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും കുടുംബത്തിൽ ജീവിക്കുന്ന ഒരാണോ പെണ്ണോ ആരും ആവട്ടെ, അവർ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് മുഴുകുന്ന സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ആ ഫാമിലി നന്നേ ഒരു കുഴിയിൽ നിന്ന് മറ്റൊരു കുഴിയിലേക്ക്, ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടുകുഴിയിൽ നിന്ന് മറ്റൊരു പടുകുഴിയിലേക്ക് എടുത്തു ചാടി എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഒരു പുതുമയിലുണ്ടാകുന്ന ഒരു 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 സുഖങ്ങൾ മാത്രമാണ്. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ, കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ വാല്യൂ എന്താണ് എന്നും താൻ ചെയ്തത് 100% തെറ്റായിപ്പോയി എന്നും നമുക്ക് വീണ്ടും തോന്നുകയും അത് നമ്മുടെ കുടുംബത്തിൻ്റെ ആ സന്തുലിതാവസ്ഥയെ താളം തെറ്റിക്കുന്ന രീതിയിൽ നമ്മളെ ചിലപ്പോൾ മരണത്തിലേക്ക് വരെ എത്തിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് പല ആളുകൾക്കും ഉണ്ടായിട്ടുള്ളൊരു പാഠം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ്. കാരണം ആ സ്ത്രീ ഇപ്പം നിൽക്കുന്നത് ഒരു ചട്ടക്കൂട്ടിൻ്റെ ഉള്ളിലാണ്. അവർക്ക് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു കുടുംബമുണ്ട്, അവർക്ക് ഒരു ഭർത്താവുണ്ട്, അവരെ സംരക്ഷിക്കാൻ ഇപ്പോൾ അവരുടെ വീട്ടുകാരുണ്ട്. അങ്ങനെ അതും ഒന്നും അല്ലെങ്കിലും വളരെ പ്രയാസം അനുഭവിക്കുന്ന ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് അത്ര ക്രൂരതകൾ അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് എങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള ഒരു മാർഗം തിരഞ്ഞെടുക്കാനുള്ള റൈറ്റ്സ് അവർക്കുണ്ട് എന്നുള്ളത് പൂർണ്ണമായും ശരിയാണ്. പക്ഷേ ആ റൈറ്റ്സ് എന്ന് പറയുന്നത് ആ കുഞ്ഞിനെയും കൂട്ടി, അതല്ലെങ്കിൽ ആ ഭർത്താവ്, മറ്റൊരു പുരുഷൻ, അവരുടെ ആദ്യത്തെ ഭർത്താവ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സമ്പത്തും എടുത്ത് അവർ മറ്റൊരു പുരുഷൻ്റെ കൂടെ യാത്രയാകുമ്പോൾ ഒരൊറ്റ കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാവുക. ഒന്ന്, അവരുടെ മരണം വരെ, ഇത്തരത്തിൽ ചെയ്യുന്ന ഏതൊരു മനുഷ്യൻ്റെയും മരണം വരെ സമാധാനത്തോടെ അവർക്ക് ഒരു രാത്രി പോലും ഉറങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തത്, ഏത് നിമിഷം വേണമെങ്കിലും തൻ്റെ ഇപ്പോഴുള്ള ബന്ധം, താൻ ഇറങ്ങി തിരിച്ചു വന്ന ആളുടെ കൂടെയുള്ള ബന്ധം ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് ഉപേക്ഷിക്കപ്പെടേണ്ടി വരും എന്നുള്ളൊരു ബോധം. പിന്നെ ഒരു വിശ്വാസമില്ലായ്മ. കുറച്ച് കഴിയുമ്പോൾ ഈ പുരുഷൻ്റെയൊക്കെ സൈക്കോളജി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, കുറച്ച് കഴിയുമ്പോൾ ഈ സുഖങ്ങളെല്ലാം പോയി കഴിയുമ്പോൾ വീണ്ടും ഈ പുരുഷൻ്റെ മനസ്സിലും ഒരു 90% ആളുകളുടെ മനസ്സിലും ഈഗോ വർക്കൗട്ടായി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, അതല്ലെങ്കിൽ മറ്റൊരു പുരുഷൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ഒരു സ്ത്രീ നാളെ ചിലപ്പോൾ എന്നെയും വഞ്ചിച്ച് പോകാൻ സാധ്യതയില്ലേ എന്നുള്ള തോന്നലുകൾ ഗ്രാജ്വലി ഇവരുടെ മനസ്സിൽ വരികയും അത് വലിയ പ്രശ്നത്തിലേക്ക് പോവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒളിച്ചോട്ടം, അതല്ലെങ്കിൽ 40-ന് ശേഷമുള്ള പ്രണയം, ഒരു കുടുംബത്തെ വഞ്ചിച്ച് മറ്റൊരാളുടെ കൂടെ പോകുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു രാത്രി പോലും മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഭർത്താവിൽ നിന്ന്, അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള പ്രൊട്ടക്ഷനോ സ്നേഹമോ കെയറിങ്ങോ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ നിങ്ങളതായിട്ടുള്ള മാർഗം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അത് പ്രണയത്തിലായിട്ടല്ല. ഒരു പ്രണയത്തിലാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ ഏതൊരു മനുഷ്യനും യുണീക്കാണ്. ഞാൻ എപ്പോഴും ഈ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾക്കൊക്കെ പോകുമ്പോൾ പറഞ്ഞു കൊടുക്കാറുള്ളൊരു കാര്യം, ഏതൊരു മനുഷ്യനും യുണീക്കാണ്. ദൈവം, ഈശ്വരൻ, പടച്ചവൻ അവർക്ക് ഒരു എല്ലാവർക്കും ഒരു കഴിവുണ്ടാകും. ആ കഴിവിൽ നമ്മൾ സമയവും നമ്മൾ കഴിയാവുന്ന രീതിയിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു ജീവിതമാർഗമായിട്ട് അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുകയും
അന്തസ്സായി മറ്റൊരാളെയും ആശ്രയിക്കാതെ ഈ സമൂഹത്തിൽ അവർക്ക് തലയുയർത്തി ജീവിക്കാനും കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലൊക്കെ അകപ്പെട്ട മനുഷ്യരുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ചിന്തിക്കുക, നമ്മൾ ഒരു കുഴിയിൽ നിന്ന് മറ്റൊരു കുഴിയിലേക്ക് എടുത്തു ചാടുകയാണ് എന്നുള്ളത്. പറ്റുന്നില്ല എങ്കിൽ അത്രത്തോളം നമ്മൾ അഡിക്റ്റായി, നമ്മൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറേ മനുഷ്യർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളോട് പറയാറുണ്ട്. നല്ല കൗൺസിലിംഗ് ചെയ്യുക, അതല്ലെങ്കിൽ നല്ല പുസ്തകങ്ങൾ വായിക്കുക, അവരുടെ സമയം കൂടുതൽ ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് എൻഗേജ് ചെയ്യാതിരിക്കുക, മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ സമയം കണ്ടെത്തുക, അതിൽ നിന്ന് മാക്സിമം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കുക. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഏറ്റവും ആത്യന്തികമായിട്ട് നമുക്ക് പറയാനുള്ളൊരു കാര്യം, സോഷ്യൽ മീഡിയ ഉപയോഗം നമുക്ക് വേണ്ടി, നമ്മളുടെ പ്രൊട്ടക്ഷന് വേണ്ടി, നമ്മളെ സുരക്ഷിതത്വത്തിന് വേണ്ടി, സമാധാനപരമായിട്ടുള്ളൊരു ജീവിതത്തിന് വേണ്ടി നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നമ്മൾ മാക്സിമം കുറക്കുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ റീൽ കാണുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസ് കാണുന്നത് കൊണ്ടോ ഒന്നും പ്രയാസം വരാൻ പോകുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ ഉള്ള ആളുകൾ സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, മൊബൈൽ നമ്മളെ കയ്യിലേക്ക് എടുക്കുമ്പോൾ അത് വീണ്ടും ഈ ആകർഷിക്കപ്പെടുന്ന വ്യക്തിയിലേക്കോ സ്ത്രീയിലേക്കൊക്കെ അല്ലെങ്കിൽ പുരുഷനിലേക്കൊക്കെ എത്തിപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് അപ്പുറത്തേക്ക് നമ്മുടെ ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കുന്ന എന്തൊക്കെ ആക്ടിവിറ്റീസുകളാണോ ഉള്ളത്, ആ ആക്ടിവിറ്റീസിൽ നമ്മൾ സമയം കണ്ടെത്തുക. വീഡിയോ അധികരിച്ചിട്ടുണ്ട് എന്നറിയാം, എങ്കിലും ഈ ഒരു വിഷയം പെട്ടെന്ന് 1 മണിക്കൂർ കൊണ്ടോ 1 ദിവസം കൊണ്ടോ പറഞ്ഞ് തീർക്കേണ്ട കാര്യമല്ല. അതുകൊണ്ടാണ് പറ്റാവുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവരെ തള്ളിക്കളയുക. ബൈ.